ഹായ് ഓൾ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ചാനലിൽ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ള 10 വീടുകളുടെ പ്ലാനുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കേരളത്തിൽ തൃശ്ശൂർ, എറണാകുളം ജില്ലകളിലാണ് ഞങ്ങൾ കൺസ്ട്രക്ഷൻ വർക്കുകൾ ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. വേറെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായി നോക്കുന്ന പ്ലാന് 1400 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനാണ്. 3 ബെഡ്റൂമുകളാണ് ഈ പ്ലാനിലുള്ളത്. ഈ ഭാഗത്തായിട്ടാണ് സിറ്റ് ഔട്ട് കൊടുത്തിട്ടുള്ളത്. 300-172 സെന്റിമീറ്റർ എന്നാണ് സിറ്റ് ഔട്ടിന്റെ അളവ്. സിറ്റ് ഔട്ട് നിന്നും ഈ ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ് കിടക്കുന്നത്. 300-270 സെന്റിമീറ്റർ എന്നാണ് ലിവിംഗ് ഏരിയയുടെ സൈസ് കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തായി ഒരു ഫാമിലി ലിവിംഗ് സ്പേസ് കാണാവുന്നതാണ്. ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ഏരിയ വരുന്നത്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. 360-330 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. ഈ ബെഡ്റൂമിന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 330-360 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ്. 360-395 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായി ഒരു കോമൺ ബാത്റൂം വരുന്നു. ഇവിടെ കിച്ചനോട് ചേർന്ന് വർക്ക് ഏരിയയും കാണാവുന്നതാണ്. അടുത്തായി നോക്കാൻ പോകുന്നത് 1300 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനാണ്. 3 ബെഡ്റൂമുകളാണ് ഈ പ്ലാനിൽ വരുന്നത്. ഈ ഭാഗത്തായിട്ടാണ് സിറ്റ് ഔട്ട് വരുന്നത്. 290-172 സെന്റിമീറ്റർ എന്നാണ് സിറ്റ് ഔട്ടിന്റെ അളവ്. സിറ്റ് ഔട്ട് നിന്നും ഈ ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ് കിടക്കുന്നത്. ഇവിടെ ഒരു ഫാമിലി ലിവിംഗ് സ്പേസ് വരുന്നു. ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുള്ളത്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. 330-372 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. ഈ ബെഡ്റൂമിന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 330-270 സെന്റിമീറ്റർ എന്നതാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ്. 330-290 സെന്റിമീറ്റർ എന്നതാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഈ ഭാഗത്തായി ഒരു കോമൺ ബാത്റൂം കാണാവുന്നതാണ്. ഇവിടെയാണ് കിച്ചൺ കൊടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് 960 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനാണ്. 2 ബെഡ്റൂമുകളാണ് ഈ പ്ലാനിലുള്ളത്. ഈ ഭാഗത്തായിട്ടാണ് സിറ്റ് ഔട്ട് കൊടുത്തിട്ടുള്ളത്. 280-150 സെന്റിമീറ്റർ എന്നാണ് സിറ്റ് ഔട്ടിന്റെ അളവ്. അടുത്തതായി ലിവിംഗ് ഹാളാണ്. 300-530 സെന്റിമീറ്റർ എന്നാണ് ലിവിംഗ് ഹാളിന്റെ അളവ് വരുന്നത്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. 360-300 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. ഈ ഭാഗത്തായി ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 360-300 സെന്റിമീറ്റർ എന്നതാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. ഈ ബെഡ്റൂമിനും ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കാണാവുന്നതാണ്. ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ഏരിയ വരുന്നത്. ഇവിടെ ഒരു ഓപ്പൺ കിച്ചൺ ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്. അടുത്തതായി 990 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനാണ്. 2 ബെഡ്റൂമുകളാണ് ഈ പ്ലാനിലുള്ളത്. ഈ ഭാഗത്തായിട്ടാണ് സിറ്റ് ഔട്ട് കൊടുത്തിട്ടുള്ളത്. 300-130 സെന്റിമീറ്റർ എന്നാണ് സിറ്റ് ഔട്ടിന്റെ അളവ്. അടുത്തത് ലിവിംഗ് ഏരിയ ആണ്. 330-310 സെന്റിമീറ്റർ എന്നാണ് ലിവിംഗ് ഏരിയയുടെ സൈസ് വരുന്നത്. ഇത് ഡൈനിങ് ഏരിയ ആണ്. ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെയാണ് ഇവിടെ കിച്ചൺ കൊടുത്തിട്ടുള്ളത്. കിച്ചനോടൊപ്പം ഒരു വർക്ക് ഏരിയ കാണാവുന്നതാണ്. ഈ ഭാഗത്തായി ഒരു കോമൺ ടോയ്ലറ്റ് വരുന്നുണ്ട്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. 330-300 സെന്റിമീറ്റർ എന്നതാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. ഈ ബെഡ്റൂമിന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 300-330 സെന്റിമീറ്റർ എന്നതാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. അടുത്തതായി 1030 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനാണ്. 2 ബെഡ്റൂമുകളാണ് ഈ പ്ലാനിൽ ഉൾപ്പെടുത്തുന്നത്. ഈ ഭാഗത്തായിട്ടാണ് സിറ്റ് ഔട്ട് കൊടുത്തിട്ടുള്ളത്. 170-300 സെന്റിമീറ്റർ എന്നാണ് സിറ്റ് ഔട്ടിന്റെ അളവ്. ഇവിടെയാണ് ലിവിംഗ് ഏരിയ വരുന്നത്. 360-300 സെന്റിമീറ്റർ എന്നതാണ് ലിവിംഗ് ഏരിയയുടെ സൈസ് കൊടുത്തിട്ടുള്ളത്. അടുത്തത് ഡൈനിങ് ഏരിയ ആണ്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. 360-300 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇതൊരു കോമൺ ബാത്റൂമാണ്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 360-300 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. ഈ ഭാഗത്തായിട്ട് കിച്ചൺ വരുന്നു. കിച്ചണോടൊപ്പം ഒരു വർക്ക് ഏരിയ കാണാവുന്നതാണ്. അടുത്തതായി 970 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനാണ്. 2 ബെഡ്റൂമുകളാണ് ഈ പ്ലാനിൽ വരുന്നത്. ഈ ഭാഗത്തായിട്ടാണ് സിറ്റ് ഔട്ട് കൊടുത്തിട്ടുള്ളത്. 330-150 സെന്റിമീറ്റർ എന്നാണ് സിറ്റ് ഔട്ടിന്റെ അളവ്. സിറ്റ് ഔട്ട് നിന്ന് ഈ ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ് കിടക്കുന്നത്. അടുത്തതായി ഇവിടെ ഒരു ഡൈനിങ് ഏരിയ കാണാവുന്നതാണ്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. 330-360 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 300-330 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. ഈ ഭാഗത്തായി ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട്. ഇവിടെയാണ് കിച്ചൺ. കിച്ചനോട് ചേർന്ന് ഒരു വർക്ക് ഏരിയയും കൊടുത്തിട്ടുണ്ട്. അടുത്തതായി 1190 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനാണ്. 2 ബെഡ്റൂമുകളാണ് ഈ പ്ലാനിൽ വരുന്നത്. ഈ ഭാഗത്തായിട്ടാണ് സിറ്റ് ഔട്ട് കൊടുത്തിട്ടുള്ളത്. 450-130 സെന്റിമീറ്റർ എന്നാണ് സിറ്റ് ഔട്ടിന്റെ. സിറ്റ് ഔട്ട് നിന്നും ഈ ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ് കിടക്കുന്നത്. 330-130 സെന്റിമീറ്റർ എന്നാണ് ലിവിംഗ് ഏരിയ. ഈ ഭാഗത്തായി ഒരു കോമൺ ബാത്റൂം വരുന്നത്. ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ഏരിയ വരുന്നത്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. 360-330 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. ഈ ബെഡ്റൂമിന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 330-300 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായി കിച്ചൺ വരുന്നു. കിച്ചനോടൊപ്പം ഒരു വർക്ക് ഏരിയ വരുന്നുണ്ട്. അടുത്തതായി 1270 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനാണ്. 3 ബെഡ്റൂമുകളാണ് ഈ പ്ലാനിലുള്ളത്. ഈ ഭാഗത്തായിട്ടാണ് സിറ്റ് ഔട്ട് വരുന്നത്. 300-170 സെന്റിമീറ്റർ എന്നാണ് സിറ്റ് ഔട്ടിന്റെ അളവ്. സിറ്റ് ഔട്ട് നിന്ന് ഈ ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ് കിടക്കുന്നത്. ഇത് ഡൈനിങ് ഏരിയ ആണ്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. 360-330 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 360-340 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്.
ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ്. 360-350 സെന്റിമീറ്ററിലാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇവിടെ കിച്ചൺ വരുന്നു, സ്റ്റോർ റൂമും വർക്ക് ഏരിയയും ഈ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1190 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനാണ് അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. 2 ബെഡ്റൂമുകളാണ് ഈ പ്ലാനിൽ വരുന്നത്. ഇവിടെയായിട്ട് പോർച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് സിറ്റ് ഔട്ട് വരുന്നത്. 310-120 സെന്റിമീറ്റർ എന്നാണ് സിറ്റ് ഔട്ടിന്റെ അളവ്. സിറ്റ് ഔട്ടിൽ നിന്ന് ഈ ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ് കിടക്കുന്നത്. അടുത്തതായി ഇവിടെ ഒരു ഡൈനിങ് ഏരിയ കാണാവുന്നതാണ്. ആദ്യത്തെ ബെഡ്റൂമാണ്. 300-360 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. ഈ ബെഡ്റൂമിന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇതൊരു കോമൺ ബാത്റൂമാണ്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 300-345 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. ഇതാണ് കിച്ചൺ. കിച്ചണോടൊപ്പം ഒരു വർക്ക് ഏരിയയും സ്റ്റോർ റൂമും കൊടുത്തിട്ടുണ്ട്. അടുത്തതായി 1160 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനാണ്. 2 ബെഡ്റൂമുകളാണ് ഈ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഭാഗത്തായി ഒരു പോർച്ച് വരുന്നുണ്ട്. ഇവിടെ ആയിട്ടാണ് സിറ്റ് ഔട്ട് വരുന്നത്. 340-165 സെന്റിമീറ്റർ എന്നതാണ് സിറ്റ് ഔട്ടിന്റെ അളവ്. അടുത്തതായി ലിവിംഗ് ഏരിയ ആണ്. 340-300 സെന്റിമീറ്റർ എന്നതാണ് ലിവിംഗ് ഏരിയയുടെ സൈസ് കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ടാണ് ഡൈനിങ് സ്പേസ് വരുന്നത്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. 330-360 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. ഈ ബെഡ്റൂമിന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 350-310 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇത് കിച്ചണാണ്. കിച്ചണോടൊപ്പം ഒരു വർക്ക് ഏരിയയും കാണാവുന്നതാണ്. വീടിന്റെ പ്ലാനും ഡിസൈനെ സംബന്ധിച്ച വീഡിയോസ് ആണ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. ഇതുപോലുള്ള വീഡിയോസ് താല്പര്യമുള്ള ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക.